പല വെസ്റ്റേൺ അനലിസ്റ്റ് അറ്റ്ലീസ്റ്റ് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇത് ഒരു ഡിജിറ്റൽ ഹിരോഷിമ എന്നാണ് അവർ പറയുന്നത്. അതായത് ഹിരോഷിമയിൽ എങ്ങനെയായിരുന്നു ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്, എന്തുമാത്രം ഒരു വലിയൊരു ഒരു ഒരു ഗെയിം ചേഞ്ചർ എന്നൊക്കെ പറയുന്ന രീതിയിലേക്കുള്ള ആ ഒരു ഇമ്പാക്റ്റ്. അപ്പോൾ അത്ര സ്കെയിലിലുള്ള ഒരു ഓപ്പറേഷനാണ് ഇപ്പം ഇവിടെ നടന്നിട്ടുള്ളത്. അതായത് ഒരേ സമയത്ത് നിയർ സൈമൾട്ടേനിയസ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരേ സമയത്ത് ഒരു 3000-ൽ-അധികം ആളുകളെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു ഓപ്പറേഷൻ. അപ്പോൾ അതിനകത്ത് അതിൻ്റെ വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു, വ്യക്തമായിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് അവർക്ക് കിട്ടിയിരുന്നു, ആരുടെയൊക്കെ കയ്യിൽ പേജറുണ്ട്, അത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ഉള്ള വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ്ങിലൂടെ അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്ന് വേണം കാണാം. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ലോകത്ത് ഇതിന് മുൻപായിട്ട് ടെക്നോളജി പ്ലസ് ഹ്യൂമൻ ഇൻ്റലിജൻസ് രണ്ടും കൂടെ ചേർന്ന് ഇത്രയും ഒരു ലാർജ് സ്കെയിലിൽ ഒരു ഓപ്പറേഷൻ നടന്നതായിട്ട് നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കും. അതിനകത്ത് വേറൊരു ഇതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇപ്പം ഹിസ്ബുള്ള മെമ്പേഴ്സിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിലും ഇത് ഡയറക്റ്റായിട്ട് ഒരു സാധാരണക്കാരെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് അവരുടെ സ്വന്തം ശരീരത്തിലായാലും ശരി, സ്വന്തം വീട്ടിൽ പോലും സുരക്ഷ ഇല്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ഭയം സൃഷ്ടിക്കാൻ ഈ ഒരു ഓപ്പറേഷനിലൂടെ സാധിച്ചു. അപ്പോൾ ഇതിനകത്ത് കാണേണ്ടതെന്ന് വെച്ചാൽ എനിക്കൊന്ന് ഇസ്രായേലിൻ്റെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർ ഒക്ടോബർ 7-ാം തീയതി അവരുടെ ഇൻ്റലിജൻസ് ഫെയിലിയർ കാരണം അവർക്ക് തിരിച്ചടി ഉണ്ടായി, അവരുടെ ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് കാരണം അവർക്ക് തിരിച്ചടി ഉണ്ടായി. ഇത്രയും മാസങ്ങൾ കഴിഞ്ഞ് ഇതേ ഇൻ്റലിജൻസ് വെച്ചും ഇതേ ടെക്നോളജി വെച്ച് വീണ്ടും അവർ ഒരു തിരിച്ചടി നൽകാൻ സാധിച്ചു. അതായത് ഒക്ടോബർ 7-ാം തീയതി ഏറ്റവും വലിയ ഒരു ക്ഷീണം ഇസ്രായേലിനെ തീർച്ചയായും ആ കാര്യം പറയുമ്പോൾ ഇപ്പോ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പേജറുകൾ ഈ സമീപകാലത്ത് തായ്വാൻ കമ്പനിയിൽ നിന്ന് ഗോൾഡ് അപ്പോളോ എന്ന തായ്വാൻ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പേജറുകളാണ്. പക്ഷേ വോക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചു. ഈ വോക്കി ടോക്കികൾ മുമ്പേ ഉള്ളതാണ്, പഴയ കാലത്തേതാണ് എന്ന് മാത്രമല്ല ആ വോക്കി ടോക്കിയുടെ നിർമ്മാതാക്കളായ ജാപ്പനീസ് കമ്പനി പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്ക് ഇത് മാനുഫാക്ചർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. വേണമെങ്കിൽ എക്സിസ്റ്റിംഗ് ഡിവൈസുകളിലേക്കും പുതുതായി വാങ്ങുന്നതിനപ്പുറത്ത് കടന്നു കയറാൻ കഴിയുന്ന വിധത്തിൽ എന്തും ചെയ്യാൻ കഴിയുന്ന ഒരു മിലിറ്ററി പവർ ഇസ്രായേൽ ആർജിച്ചിരിക്കുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറയുക കൂടിയാണിത്. ആബ്സല്യൂട്ട്ലി അത് തന്നെയാണ് ശ്രീ അഭിലാഷ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ വരുന്നത് പറഞ്ഞാൽ ഭയമാണ്. അതായത് ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ജീവൻ എന്തെങ്കിലും പറ്റുമോ എന്നുള്ളതാണ് സാധാരണക്കാരെ എല്ലാ മനുഷ്യനും. അതിപ്പം യുദ്ധത്തിൽ പോകുന്ന സൈനികനായാലും ശരി, റോഡിൽ കൂടെ പോകുന്നൊരു മനുഷ്യനായാലും ശരി, വീട്ടിൽ ഇരിക്കുന്ന ആരായാലും ശരി, അവർക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഭയമാണ്. ആ ഭയത്തിനെയാണ് ഇസ്രായേൽ ഈ ഒരു ഓപ്പറേഷനിലൂടെ അത് അവിടെ ആ സമൂഹത്തിന് മൊത്തം പടർത്താൻ സാധിച്ചു എന്ന് നമുക്ക് പറയാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് അത് തന്നെയായിരുന്നു. ഒക്ടോബർ 7-ാം തീയതി ഈ ഒരു ഭയം ഓവർകം ചെയ്തു. ഹമാസ് ഈ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ചെയ്തപ്പോഴത്തേക്ക് ആ ഭയം ആളുകളിൽ നിന്ന് മാറി. അതായത് ഇസ്രായേലിന് തിരിച്ചടിക്കാനുള്ള ശേഷിയില്ല. ഇന്ന് ഈ 2 ദിവസമായിട്ട് അവർ കാണിച്ചത്, അതായത് ഫസ്റ്റ് പേജറായിട്ട്, അത് കഴിഞ്ഞിട്ട് വാക്കി ടോക്കി, അതുപോലെ തന്നെ സോളാർ പാനൽസ്, അങ്ങനെ പല ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സിലൂടെ അവർക്ക് റിമോട്ട് കൺട്രോളിൽ ബേസ് അവർക്ക് അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആരുടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും അവർക്ക് ടാർഗറ്റ് ചെയ്യാം എന്നുള്ള ആ ഭയം റീഇൻസ്റ്റേറ്റ് ചെയ്ത് നമ്മളിത് കാണുന്നത്. അതായത് ആ ഡിറ്ററൻസ് വാല്യൂ ഇനി നാളെ അത് ഈ ഹെസ്ബുള്ളയ്ക്ക് മാത്രമല്ല, ഹെസ്ബുള്ളയ്ക്ക് ബാക്കിലുള്ള ഇറാനിനും അതുപോലെ തന്നെ ഹമാസിനും ഇവർക്കെല്ലാം കൂടി ഒരു സന്ദേശമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇത് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു അഫ്കോഴ്സ് ഒരു കൗണ്ടർ അറ്റാക്ക് വരും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. അത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഡെഫിനറ്റ്ലി ഇസ്രായേലിനെ സംബന്ധിച്ചോളം അവർ ആ ഫിയർ ഫാക്ടർ അവരുടെ അഡ്വേഴ്സറീസിൻ്റെ മൈൻഡിൽ, അവരുടെ മനസ്സിനകത്ത് തിരിച്ച് ഏൽപ്പിക്കാൻ ഈ ഓപ്പറേഷനിലൂടെ സാധിച്ചു.